ഒരു പരീക്ഷാ ചോദ്യപേപ്പറിൽ താമസത്തെ താസമമെന്നും കാതോർക്കുമെന്നതിനെ കാരോർക്കുമെന്നും ഉൾപ്പെടെ 14 അക്ഷരത്തെറ്റുകൾ വരുത്തിക്കൊണ്ടാണ് +2 മലയാളം ചോദ്യപേപ്പർ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എല്ലാം അറിയുന്നവർ തത്വജ്ഞാനികളൊക്കെ ഭരിക്കുന്ന കാലത്ത് നമ്മളെപ്പോലുള്ള ആളുകൾ മിതമായ വായനയായിട്ട് ഒതുങ്ങിപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ചെറിയ പോയിന്റുകളെ പോലും തീവ്രമായിട്ട് അവരെ എതിർക്കുന്നവരെ എന്താ പറയുക തെറിവിളിച്ചുകൊണ്ടാണ് ഇത്. അപ്പം നമ്മൾ ഒരു മാഷിയുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിലേക്ക് വരാം. അതിന് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രളയം വന്നതിന് മുൻപ് ഞാനൊരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. നമ്മൾ കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ കേരളത്തിൽ ഏറ്റവും ആദ്യം ഒറ്റപ്പെടുന്ന ഒരു സ്ഥലം മുന്നാറായിരിക്കുന്നതാണ്. കാരണം മുന്നാറിൻ്റെ ഭൂമിശാസ്ത്രപരമായ രീതി വെച്ചിട്ട് അവിടെയുള്ള ബിൽഡിങ്ങുകൾ പലതും അശാസ്ത്രീയമാണെന്നും അവിടെ രക്ഷാപ്രവർത്തനം പോലും ദുർബലമാകുമെന്നും കേരളത്തിലെ ഒന്നാമത്തെ പ്രളയത്തിന് മുൻപേ കാലങ്ങൾ മുൻപേ ഞാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ തമാശയാക്കി എന്നാൽ നീ സ്ഥലം കൊടുക്കുമോ അവർക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ പ്രളയത്തിൽ നമ്മൾ നേരിട്ട് കണ്ടു. വാർത്താവിനിമയ മാധ്യമങ്ങൾ ആദ്യം വിച്ഛേദിക്കപ്പെടുന്നത് മുന്നാറിലായിരുന്നു. രക്ഷാദൗത്യം വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു സ്ഥലവും മുന്നാറായിരുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരോട് തിരുത്താൻ പറയുമ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുക എന്നാൽ നീ സ്ഥലം കൊടുക്കൂ, ഈ ആൾക്കാർക്ക് ജീവിക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാഷിയുടെ ഈ പുസ്തകത്തിൽ തന്നെ ഇപ്പോൾ ഒരു തീയ സ്ത്രീ എന്താ പറയുക അവർ വിദ്യാഭ്യാസം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അത് നാടുവാഴിക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും അവർ ഒരു നെല്ലിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ നെല്ല് പൊട്ടിച്ചിതറുകയും ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു വിമർശനം പറയുമ്പോൾ നമ്മൾ അധികാരത്തിലുള്ള ആളുകൾ നമ്മളോട് പറയാൻ നമ്മളെ വികസന വിരോധികളെന്നാണ്. നമ്മളെ വികസനം മനുഷ്യന്മാർക്ക് ഉള്ള വികസനമാണെങ്കിലും മനുഷ്യന്മാരുടെ നിലനിൽപ്പില്ലാതെ എന്ത് വികസനം കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഞാനൊരു മാഷ സുഹൃത്താണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാനും മാഷ ഒരു സൗഹൃദ വലയത്തിലുള്ളതാണെന്ന് കരുതുന്നു. ഞാനും പരിസ്ഥിതി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പരിസ്ഥിതി പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് നമ്മൾ ഇത്തരത്തിലുള്ള അധികാരങ്ങളുടെ വികസനം എന്ന പേരിൽ നമ്മൾ പല ഇതിനെ നമുക്ക് നിയമപരമായിട്ട് തടയിടാൻ നമുക്ക് ഒരു അധികാര കേന്ദ്രങ്ങൾക്ക് ഇതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ എവിടെ പാടില്ല എവിടെ പാടുണ്ട് എന്നുള്ളതിന്റെ നിയമം നമ്മുടെ കേരളത്തിൽ എത്ര പാലിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. ഇതിന് നമുക്ക് നമ്മൾ ചർച്ചകൾക്കപ്പുറം നമുക്ക് മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടി ഭൂമിയെ നിലനിർത്താൻ പ്രായോഗികമായിട്ട് ഒരു അധികാര സ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പരിസ്ഥിതി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ മാഷയുടെ ഒരു അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്.